VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 21ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സെഷനിൽ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളെ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ പല സ്റ്റെപ്പുകൾ വഴി, പല വീഡിയോകൾ വഴി നമ്മളത് പറഞ്ഞതാണ്. അതായത് ആദ്യമായിട്ടുള്ള സ്റ്റെപ്പ് ട്രാൻസാക്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസ് ഡേറ്റ് വൈസ് ഏതെങ്കിലും ബുക്കിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എഴുതണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്താൽ പ്രോപ്പറായിട്ടില്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത് എക്സ്പീരിയൻസ് വഴി നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ ആദ്യം ട്രാൻസാക്ഷൻസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ട്രാൻസാക്ഷനിലുള്ള രണ്ട് ആസ്പെക്റ്റുകളെ, ഒന്ന് റിസീവിങ് ആസ്പെക്റ്റ്, ഒന്ന് ഗിവിങ് ആസ്പെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ ആസ്പെക്റ്റിൽ ഒരെണ്ണത്തിന് ഡെബിറ്റ് കൊടുക്കുക, മറ്റൊന്നിന് ക്രെഡിറ്റ് കൊടുത്തിട്ട് ജേണൽ എന്ന് പറയുന്ന ബുക്കിനകത്ത് ആദ്യം എഴുതും, എൻട്രി ചെയ്യും. അപ്പോൾ ജേണൽ എൻട്രി ആയി. അങ്ങനെ ആ ജേണൽ എൻട്രിയിൽ രണ്ട് അക്കൗണ്ടുകൾ ഉണ്ട്. ആ രണ്ട് അക്കൗണ്ടുകളെ ഒരേ രീതിയിലുള്ള അക്കൗണ്ടുകൾ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിനകത്ത് വരച്ചിട്ട് അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഒരേ തരത്തിലുള്ള അക്കൗണ്ടുകൾ, ഇപ്പോൾ പർച്ചേസസ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, എക്സ്പെൻസിൻ്റെ വേജസ് അക്കൗണ്ട്, അങ്ങനെ പല അക്കൗണ്ടുകൾ ലെഡ്ജറിലുണ്ടാവും. ആ ലെഡ്ജർ അക്കൗണ്ടുകൾ ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് നോക്കിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പേര് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് വിളിച്ചു. ആ ട്രയൽ ബാലൻസിൽ ഉള്ള ഐറ്റംസ് പല സ്റ്റേറ്റ്മെൻറ്റിൽ എടുക്കാനുള്ളതാണ്. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഫൈനൽ അക്കൗണ്ട്സിലേക്കാണ് പിന്നെ പ്രവേശിക്കുക. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അതിനകത്തെ അക്കൗണ്ടായ ട്രേഡിംഗ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്ത കഴിഞ്ഞ വീഡിയോ വരെ. അതുവരെ എത്തി നിൽക്കുകയാണ് നമ്മൾ. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഈ പറഞ്ഞ പോലെ സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുന്നത് സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും, അതുപോലെ ഡെബിറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കും, അതുപോലെ പർച്ചേസും അതിനോട് വരുന്ന ചെലവുകൾ. അപ്പോൾ ഇതിൻ്റെ ഈ കോൺസെപ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ഈ ഫൈനൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞതിന് മനസ്സിലാക്കി കാണുമല്ലോ. അതായത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ പറയുന്ന പോലെ പറയുന്ന രീതിയിൽ ഈ അക്കൗണ്ടിങ് ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പറയുന്ന ഒരു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ഒരു ബിസിനസ്സിനകത്ത് ഒരൊരാളാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ബ്രെഡ് ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ മാത്രമേ ഉള്ളൂ ആ ബിസിനസ്സിൻ്റെ, അയാളുടെ പ്രോസസ്സ് മാനുഫാക്ചറിങ്, ഈ പറഞ്ഞ പോലെ ബ്രെഡ് ബേക്ക് ചെയ്യുന്നു, അന്ന് ആ ദിവസം കൊണ്ടുപോയി വിൽക്കുന്നു. അപ്പോൾ അത് അയാളുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് റിട്ടേൺ കിട്ടണം. അവിടെയാണ് ഈ പറയുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പേര് ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ ഗ്രോസ് പ്രോഫിറ്റ് നോക്കുന്നത് വരെ ആ പ്രോസസ്സ് ഉണ്ടാവുള്ളൂ, മതി, അത് നിർത്താം. കാരണം ഒരാളേ ഉള്ളൂ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നു, മാനുഫാക്ചർ ചെയ്യുന്നു, ബ്രെഡ് ഉണ്ടാക്കുന്നു. അപ്പോൾ അതുവരെയുള്ള അതേ വാങ്ങുന്ന റോ മെറ്റീരിയലും അതുപോലെ അത് എത്തിക്കാനുള്ള ചിലവും കൂടാതെ ഈ കൊണ്ടു നടന്ന് വിൽക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ കൊണ്ടുപോയി വിൽക്കാനുള്ള ചിലവും കൂടെ ഈ പറഞ്ഞ പോലെ പർച്ചേസ് പ്ലസ് ഈ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്ത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയി. ഇനി സെയിൽസ് എടുക്കണം, കൊണ്ട് വിൽക്കുമ്പോൾ സെയിൽസ് വഴി കിട്ടുന്ന വരുമാനം, റവന്യൂ. അങ്ങനെ ആ സെയിൽസിൽ നിന്ന് അദ്ദേഹത്തിന് ചിലവായ പൈസ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ റിട്ടേൺ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെമ്യൂണറേഷൻ എത്രയാണെന്ന് അറ്റ് സ്ട്രെച്ചിൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് വലിയ ബിസിനസ്സൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ട്രാൻസാക്ഷൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ വലിയ ബിസിനസ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരാൾ ഒരു കട എടുത്തിട്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഷോപ്പ് എടുത്തിട്ട്, അല്ലെങ്കിൽ ബേക്കറി ഷോപ്പ് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഗ്രോസ് പ്രോഫിറ്റ് വെച്ച് നിർത്താൻ പറ്റില്ല. കാരണം ആ ഷോപ്പിന് റെൻറ്റ് കൊടുക്കണം, ആ ഷോപ്പിന് ഇലക്ട്രിസിറ്റി ചാർജസ് ഉണ്ടാവും, ഏതെങ്കിലും സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സാലറി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പെൻസും കൂടി ഉണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസുകളും ഇത് കൂടാതെ വരുന്ന എക്സ്പെൻസുകളെ വേറൊരു തരത്തിൽ തിരിച്ചിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും, അപ്പോൾ ആ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും കൂടെ കൺസിഡർ ചെയ്താൽ ശരിയായുള്ള പ്രോഫിറ്റ് കണക്കാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്
ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വേറൊരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഈ പറയുന്നത് പോലെ നെറ്റ് പ്രോഫിറ്റോ അങ്ങനെ കിട്ടുന്ന, അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റും കൂടെ, അതായത് ഈ ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് കിട്ടുന്ന ആ പ്രോഫിറ്റിനെ വിളിക്കുന്ന പേര് നെറ്റ് പ്രോഫിറ്റ് എന്നാണല്ലോ, നെറ്റ്. പിന്നെ ആ പ്രോഫിറ്റ് ഈ പറഞ്ഞ പോലെ ബിസിനസ്സുകാരൻ്റെ റിട്ടേൺ ആണ്, അല്ലെങ്കിൽ റെമ്യൂണറേഷനായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പ്രൊഫസർ കാർട്ടർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കിയിട്ട് പോവാം. A profit and loss account is an account in which all gains and losses are collected in order to ascertain the excess of gains over the losses or vice versa എന്നാണ്. ഈ എക്സസ് ഓഫ് ഗെയിൻസ് ഓവർ ലോസസിനെ വിളിക്കുന്ന പേരാണ് എക്സസ് ഓഫ് ഗെയിൻ ഓവർ ലോസസ്. അതാണ് പ്രോഫിറ്റ്. നേരെ തിരിച്ചാണെങ്കിൽ എക്സസ് ഓഫ് ലോസ് ഓവർ ഗെയിൻസ് ആയി മാറും. എന്ന് പറഞ്ഞാൽ വരുമാനം കുറവും ചെലവ് കൂടുതലുമാണെങ്കിൽ ലോസാണ്, ചെലവ് കുറവും വരുമാനം കൂടുതലുമാണെങ്കിലാണ് ശരിക്കും പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, ചെലവ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. ബാക്കി ഉള്ള എക്സ്പെൻസ് എല്ലാം, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം ഡെബിറ്റ് ചെയ്യും. ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ ബാലൻസിങ് ഫിഗറാണ് ശരിക്കും നെറ്റ് പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഒരു പീരീഡിലേക്കാണ് കാണുക. അല്ലാതെ എല്ലാ മാസവും അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇത് കണ്ടുപിടിപ്പിക്കാൻ പറ്റില്ല. കാരണം എല്ലാ മാസവും ക്ലോസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ലെഡ്ജർ അക്കൗണ്ടാണ്. ലെഡ്ജർ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അവസാനം ഒരു പീരീഡിൻ്റെ അവസാനമാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ട്രയൽ ബാലൻസിൽ നിന്നാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്, അതായത് ഫൈനൽ അക്കൗണ്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പീരീഡിൻ്റെ അവസാനം ഉണ്ടായിട്ടുള്ള ഗെയിൻസും അതുപോലെ ലോസും, ഗെയിനും ലോസും നമ്മുടെ ട്രയൽ ബാലൻസിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് അതിനെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് എക്സ്പെൻസും സെയിൽസും പർച്ചേസും ഉൾപ്പെടെ ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കും. ബാക്കിയുള്ള എക്സ്പെൻസുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ആവശ്യകതയിലേക്ക് പോവുകയാണെങ്കിൽ, പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം, എന്തിന് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ചോദ്യങ്ങൾക്ക് 2-3 ഉത്തരം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. ആദ്യത്തേത്, നെറ്റ് പ്രോഫിറ്റ് ആണോ, ഞാനിത് പറഞ്ഞു നെറ്റ് ലോസ് ആണോ എന്നറിയാൻ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തേ കഴിയുള്ളൂ. അതായത് ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നറിയണം, തീർച്ചയായിട്ടും അറിയണം. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ആഡ് ചെയ്യും. നെറ്റ് ലോസ് ആണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കുറച്ച് കാണിക്കും, ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കും. അത് ബാലൻസ് ഷീറ്റിലാണ്. രണ്ടാമത്തത്, ഈ കറണ്ട് ഇയറിലെ, അതായത് ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷത്തെ നെറ്റ് പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കമ്പാരിസൺ ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണമെന്ന് വിചാരിക്കുന്ന ബിസിനസ്സിനകത്ത് ഈ കമ്പാരിസൺ നിർബന്ധമാണ്. കഴിഞ്ഞ വർഷം എത്ര രൂപ ലാഭം ഉണ്ടായി, ഈ വർഷം എന്തെങ്കിലും നേട്ടമുണ്ടോ, കുറവാണോ, ആ കുറവാകാനുള്ള സാധ്യത കാരണങ്ങൾ ഒന്ന് തേടി പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടാവണം, ഈ വർഷം ഉണ്ടാവും. മൂന്നാമത്, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ടത് ഈ എക്സ്പെൻസസുകൾ കൺസിഡർ ചെയ്ത് ആവശ്യമില്ലാതെയുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് കുറയും. അപ്പോൾ നമ്മുടെ എക്സ്പെൻസസിനെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ എക്സ്പെൻസസുകൾ അധികമാകുന്നത് കൊണ്ടാണോ പ്രോഫിറ്റ് ഇല്ലാത്തത്, ലോസിലേക്ക് പോകുന്നത് എന്ന് പരിശോധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും
എല്ലാ വർഷവും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിരിക്കണം. ഇനി ഏതെങ്കിലും എക്സ്പെൻസസ് നമ്മൾ കൺസിഡർ ചെയ്യാതെ വന്നാൽ എന്താ പ്രശ്നം വരിക? തീർച്ചയായിട്ടും എക്സ്പെൻസസ് കൺസിഡർ ചെയ്യാതെ വരുമ്പോൾ പ്രോഫിറ്റ് കൂടിക്കാണും. ഈ എക്സ്പെൻസ് കൺസിഡർ ചെയ്യാതിരിക്കുന്നതല്ല, എക്സ്പെൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാതെ വിടുകയാണെങ്കിൽ, ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സ്പെൻസസ് ഐഡന്റിഫൈ ചെയ്യാതിരിക്കുന്നേ ഉള്ളൂ, പക്ഷേ എക്സ്പെൻസ് അവിടെ ഉണ്ടായി, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ല, അത് റെക്കോർഡ് ചെയ്തില്ല എന്ന് വെക്കാം. പേപ്പറിൽ ഈ പറയുന്ന പോലെ എക്സ്പെൻസ് എന്താ പറയുക, എൻട്രി ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ഉൾക്കൊള്ളിക്കാൻ വിട്ടുപോയാൽ സംഭവിക്കുന്നത് പ്രോഫിറ്റ് കൂടിയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഗ്രോസ് പ്രോഫിറ്റിനെ എടുത്ത് ക്രെഡിറ്റ് ചെയ്യുക നമ്മൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്യുകയും എക്സ്പെൻസസ് ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ എക്സ്പെൻസ് ക്രെഡിറ്റ് ചെയ്യുന്ന ഇൻകം അല്ലെങ്കിൽ ആ വരുമാനത്തെ അതിൽ നിന്ന് എക്സ്പെൻസസ് കുറച്ച് ബാക്കി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൂടിയിരുന്നാൽ, എക്സ്പെൻസ് കുറഞ്ഞു വരുന്നാൽ പ്രോഫിറ്റ് കൂടും. അപ്പോൾ എക്സ്പെൻസ് വളരെ ശ്രദ്ധിച്ച് എൻട്രി ചെയ്യുകയും അല്ലെങ്കിൽ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതിനെ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേപ്പറിലുള്ള ലാഭവും അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പൈസയും ഏകദേശം ഒരുപോലെ പോകും. അതുകൊണ്ട് ഈ എക്സ്പെൻസ്, അതിപ്പോൾ തന്നെ ഈ എക്സ്പെൻസിൻ്റെ കാര്യം ആണ് ഇതിലെല്ലാം. കാരണം ചിലവ് നമുക്കറിയാം, ഇത്ര രൂപയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ ആ വാങ്ങാനുള്ള ചിലവും കൂടെ ഉള്ളപ്പോൾ ബാക്കി വിറ്റത് ലാഭത്തിനെ വിൽക്കുള്ളൂ എന്നുള്ള ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ലാഭത്തിനെ, കാരണം ഈ പറഞ്ഞ പോലെ ലാഭത്തിന് ആ പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഉൾപ്പെടെയുള്ള പ്രൈസാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് അവിടെ നഷ്ടം വരാൻ ഒരു സാധ്യതയില്ല. പക്ഷേ ഈ നഷ്ടം വരുന്നത് ആവശ്യമില്ലാതെ ചിലവ് വരുമ്പോഴോ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ വരുമ്പോഴോ ആണ് ഈ പറയുന്നത് ലോസിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും പ്രോഫിറ്റ് തന്നെ ആയിരിക്കും, കാരണം പ്രോഫിറ്റ് ആണല്ലോ നമ്മുടെ ലക്ഷ്യം. അതുപോലെ ഈ പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് കൊണ്ട് ഒരു ബിസിനസ്സുകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആ ബിസിനസ്സുകാരൻ ഇപ്പോൾ ബിസിനസ് അല്ല ചെയ്യുന്നതെങ്കിൽ, അയാൾ ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും ശമ്പളം കിട്ടും. അപ്പം ഇവിടെ ആ ജോലി ചെയ്യുന്നതിന് പകരം ആ ജോലി ചെയ്യുന്നു. രണ്ട്, ഇവിടെ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ഫസ്റ്റ് ടൈമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. ആ ഇൻവെസ്റ്റ്മെൻ്റ് പേരാണ് ക്യാപിറ്റൽ. അപ്പം ഞാനിവിടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും കൂടെ ഒരുമിച്ച്, ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടാണ്. ഇത് രണ്ടും ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ പൈസ അതവിടെ ഉണ്ടാവുമല്ലോ, അത് കാണണമെങ്കിൽ അല്ലെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ ആണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അസറ്റ്, ഫിക്സഡ് അസറ്റ്സ് വാങ്ങിക്കുന്നത് എമൗണ്ട് ഒന്നും എൻട്രി ചെയ്യാറില്ല. അപ്പോൾ ക്യാപിറ്റൽ എത്രയുണ്ട് അതിനനുസരിച്ച് നമുക്ക് അസറ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ നമ്മുടെ അസറ്റ്സ് എത്രയുണ്ട് ഇത് അറിയാനാണ് ഈ പറയുന്ന പോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായ അത് നെറ്റ് പ്രോഫിറ്റ് ആവാം, നെറ്റ് ലോസ് ആവാം, നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അത് നെറ്റ് പ്രോഫിറ്റ് തന്നെയായിരിക്കും. അത് നെറ്റ് പ്രോഫിറ്റ് കണ്ടെത്തിയിട്ട് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ആഡ് ചെയ്യുക. എന്നാൽ ക്യാപിറ്റലിലൂടെ ആഡ് ആവുകയാണ്. അപ്പോൾ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയാണോ അതിനനുസരിച്ച് നമ്മുടെ അസറ്റ് കൊണ്ട് അങ്ങനെ ആ അസറ്റ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ആ അസറ്റിന് ചിലവായ തുക ക്യാപിറ്റലിൽ നിന്നാണ് പോയത്. അപ്പോൾ ആ ബാലൻസ് അല്ലെങ്കിൽ ആ ടാലി ആവാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫിക്സഡ് അസറ്റ്സിന് ഒരു പ്രൊവിഷൻ ഉണ്ട്, അത് ഡിപ്രീസിയേഷൻ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യാതെ വിടുകയാണെങ്കിൽ അവിടെയും ഒരു ഡേഞ്ചർ വരാൻ സാധ്യതയുള്ളത്, ആ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ടിയർ ആൻഡ് വിയർ വഴി അതിന് സംഭവിക്കുന്ന നഷ്ടം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ആ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ലാഭം കുറയും. പക്ഷെ ശരിക്കും അതൊരു ക്യാഷ് ഇടപാടല്ലാത്തത് കൊണ്ട് ശരിക്കും നമ്മുടെ ബിസിനസ്സിലുള്ള പൈസയിൽ വ്യത്യാസം വരുന്നില്ല. പൈസ കൂടുക ചെയ്യണത്, കാരണം എക്സ്പെൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, അതൊരു എക്സ്പെൻസായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഡിപ്രീസിയേഷൻ. ഈ ഡിപ്രീസിയേഷൻ എത്രയാണോ വാല്യൂ കൺസിഡർ ചെയ്യുന്നത് അത്
അക്യൂമുലേറ്റ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ അസറ്റ് അതിൻ്റെ ടിയർ ആൻഡ് വിയർ വഴി അത് നശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുമ്പോൾ അത് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാൽ പുതിയൊരു അസറ്റ് വാങ്ങണം. ഈ പൈസ കൊണ്ടാണ്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യാതിരുന്നാൽ, ഡിപ്രീസിയേഷൻ കൺസിഡർ ചെയ്യാതിരുന്നാൽ ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രശ്നം വരും. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തമ്മിൽ വളരെ അഭേദ്യമായ ബന്ധമുണ്ട്. അസറ്റുകൾ വാങ്ങാനുള്ള തുക അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് നമ്മുടേതായ പൈസ, ഇതെല്ലാം പല വീഡിയോകൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ്സുകാരൻ വേറെ, ബിസിനസ് വേറെ. ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന എമൗണ്ട് എപ്പോഴും ബിസിനസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ ബിസിനസ്സിന് ഈ പറഞ്ഞ ഫിസിക്കലായിട്ടുള്ള എക്സിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതാണ് ബിസിനസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ വരുമ്പോൾ ബിസിനസ്സുകാരന് ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. ഈ ക്യാപിറ്റൽ കൂടാതെ ലയബിലിറ്റി സൈഡിൽ ബാക്കി ലയബിലിറ്റീസ് കൂടെ ഉണ്ട്. അപ്പോൾ ഈ അസറ്റിൽ എത്രയുണ്ടോ അതിൽ കുറഞ്ഞായിരിക്കണം ലയബിലിറ്റി ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റലിൻ്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ബാലൻസ് ഷീറ്റിൻ്റെ പ്രിപ്പറേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പറേഷൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എപ്പോഴും നെറ്റ് പ്രോഫിറ്റ് ആണ് എല്ലാത്തിനും അടിസ്ഥാനം. അപ്പം അതുകൊണ്ട് ഈ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വരെ ഇത് മനസ്സിലാക്കിയാൽ ആ സ്ഥാപനം ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലേ ലാഭത്തിലായാൽ മാത്രമാണ്, ഈ ലാഭത്തിൽ നിന്നാണ് എല്ലാം ബാക്കിയുള്ള ചെലവുകളെല്ലാം എംപ്ലോയിയുടെ ഈ സാലറി ഉൾപ്പെടെ റെൻ്റ് ഉൾപ്പെടെ എല്ലാം കൊടുക്കേണ്ടത് ഈ എമൗണ്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ ചില റിസർവുകൾ, അതായത് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചില റിസർവ് മാറ്റാറുണ്ട്. ഇതെല്ലാം പ്രോഫിറ്റിൽ നിന്നാണ് മാറ്റുന്നത്. അപ്പോൾ ആ പ്രോഫിറ്റ് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ആ അക്കൗണ്ടിങ് പ്രോസസ്സ് ഫോളോ ചെയ്താൽ മതി. ഒരു എക്സ്പെൻസുകളും വിടാതെ അത് ചിലവായെങ്കിൽ ആ ചിലവായ തുക അത് കറക്റ്റായിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഒരു ബാഡ് ഡെറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രൊവിഷനുണ്ട്. അതുപോലും നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് പോലും ഡെബിറ്റ് ചെയ്യാം. കാരണം എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസ് എന്നുള്ള രീതിയിൽ നഷ്ടപ്പെട്ടു പോയി, അതായത് ആർക്കെങ്കിലും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാത്തതാണ് ഈ ബാഡ് ഡെറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ കിട്ടാനുള്ള പൈസയാണ്. കിട്ടാനുള്ള പൈസ അത് ആണ് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡെറ്റേഴ്സ് എപ്പോഴും അസറ്റായിട്ടാണ് എഴുതുക. അതുപോലെ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാനുള്ളവരാണ്, അവരെ ലയബിലിറ്റി ആയിട്ടും എഴുതും. ഇത് രണ്ടും എവിടെയാണ് കാണാൻ പറ്റുക? ബാലൻസ് ഷീറ്റിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബാലൻസ് ഷീറ്റിൻ്റെ ഇമ്പോർട്ടൻസ്. വേറെ ബാലൻസ് ഷീറ്റ് വേറെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വേറെ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലെ ബാഡ് ഡെറ്റ്സ്, ഈ കിട്ടാക്കണം, ഈ ഡെറ്റേഴ്സിൽ എത്ര രൂപ കിട്ടുന്നില്ല, അത് കിട്ടില്ല, ഇനി കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതും കൂടി നമുക്ക് എന്താക്കാം, എക്സ്പെൻസ് ആക്കാം. എക്സ്പെൻസ് അല്ലെങ്കിൽ ലോസിൽ എഴുതി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും നോക്കിയിട്ട് ബാലൻസ് എടുക്കാം. ഇനി പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഈ ട്രേഡിംഗ് അക്കൗണ്ട് പോലെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് കാറ്റഗറിയിൽ വരും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻകം അല്ലെങ്കിൽ ഗെയിൻ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ആദ്യം നമുക്കറിയാം എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യത്തെ ഐറ്റം എന്ന് ചോദിച്ചാൽ ഗ്രോസ് പ്രോഫിറ്റ്. അതായത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ബാലൻസിങ് ഫിഗറായ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതാം ബൈ ഗ്രോസ് പ്രോഫിറ്റ് എന്ന്. അതല്ല ലോസ് ആയി പോയാൽ, ലോസ് ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്, ലോസ് ആയാൽ ടു ഗ്രോസ് പ്രോഫിറ്റ് എന്ന് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം. പിന്നെ ഇങ്ങനെ ഡെബിറ്റ് ചെയ്യുന്ന, പിന്നെ എല്ലാം ഡെബിറ്റ് ചെയ്യാൻ പറ്റിയ ഏതൊക്കെ ഐറ്റം ആണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ആദ്യത്തേത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എന്നുള്ള കാറ്റഗറിയിൽ വരുമ്പോൾ സാലറീസ് ആൻഡ് വേജസ്, ഓഫീസ് റെന്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, പോസ്റ്റിംഗ്, പ്രിന്റിംഗ്, ലീഗൽ ചാർജസ്, ഓഡിറ്റ് ഫീസ്, ഇങ്ങനെയുള്ള ചെലവുകളാണ് സാധാരണ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്നത്. രണ്ടാമത് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് പറയാം.
ഇത് വേർതിരിച്ച് നമ്മൾ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്ലസ് 1 പ്ലസ് 2 കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഹെഡായിട്ട് എഴുതാറില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു മാത്രം. അപ്പോൾ അതിനകത്ത് സെല്ലിംഗ് എക്സ്പെൻസിനകത്താണ് അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, പിന്നെ ഏതെങ്കിലും കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കമ്മീഷൻ അലൗഡ് ആണെങ്കിൽ അത് എക്സ്പെൻസും, കമ്മീഷൻ നമുക്ക് റിസീവ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ കമ്മീഷനോ ഡിസ്കൗണ്ടോ റിസീവ്ഡ് ആണെങ്കിൽ അത് ഗെയിനുമായിട്ടാണ് എഴുതേണ്ടത്. എന്ന് പറഞ്ഞാൽ കമ്മീഷനോ ഡിസ്കൗണ്ടോ അലൗഡ് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യും, കമ്മീഷൻ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യും. പിന്നെ ക്യാരേജ് ഔട്ട്വേർഡ്, ക്യാരേജ് ഇൻവേർഡ് എന്ന് കണ്ടാൽ ഞാൻ പറഞ്ഞിരുന്നു അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഭാഗമാണ്. ക്യാരേജ് ഔട്ട്വേർഡ്, ബാഡ് ഡെറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞു, പാക്കിംഗ് ചാർജസ്, ഇത് ഇത്രയും സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസിൽ വരുന്നതാണ്. ഇനിയാണ് മിസലേനിയസ് ആയിട്ടുള്ള എക്സ്പെൻസ്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, അതായത് സ്റ്റാഫിനൊക്കെ ഈ പറഞ്ഞ പോലെ ചായയോ വടയോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുക ഡെയിലി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം അതെല്ലാം പൈസ ചിലവാകുന്നതാണ്. ഫ്യുവൽ ചാർജസ്, മോട്ടോർ വാഹനം ഓടി അല്ലെങ്കിൽ ആ മോട്ടോർ വാഹനം ഓടുന്ന എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും, അതിനുണ്ടാകുന്ന വിയർ ആൻഡ് ടിയറും ഡെബിറ്റ് ചെയ്യാം. കാരണം അത് തേയ്മാനം വരും, പിന്നീട് ആ മോട്ടോർ വാഹനം നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഡിപ്രീസിയേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റ് ചെയ്യണം. ഈ മോട്ടോർ വാഹനത്തിൻ്റെ എത്ര പറയുക ബുക്ക് വാല്യൂ കാണുന്നത് ബാലൻസ് ഷീറ്റാണ്. അതുകൊണ്ടാണ് ബാലൻസ് ഷീറ്റും വേണം. ഇപ്പം മിസ്ലേനിയസിനകത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, നമ്മൾ എടുത്തിട്ടുള്ള ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ ക്യാപിറ്റലിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ബാങ്കിലാണ് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. ആ ഇൻട്രസ്റ്റും കൂടെ ഇവിടെ കൺസിഡർ ചെയ്യണം. ഇൻട്രസ്റ്റും പ്രോഫിറ്റും നോക്കിയാണ് ബിസിനസ് കൊണ്ടുപോകേണ്ടത്. ആ എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഒരു വർഷം കിട്ടിയില്ല, അടുത്ത വർഷം ആ എമൗണ്ട് വരുന്നുണ്ടോ? വരുന്നില്ലെങ്കിൽ എന്താണ് പ്രോബ്ലം? അത് നമ്മൾ സോൾവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് ആവശ്യകത. 2-3 വർഷമായിട്ട് പറ്റുന്നില്ല, തുടർച്ചയായിട്ട് ഈ പറയുന്ന പോലെ നഷ്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറയാം. ബിസിനസ്സിന് മാത്രമുള്ളതാണത്. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി വരും. ബാധ്യത വന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കിട്ടൂല എന്നുള്ളത് മാത്രമല്ല, അത് പോവുമല്ലോ. ഇൻവെസ്റ്റ് ചെയ്ത പൈസ ക്യാപിറ്റൽ അതില്ലല്ലോ, നഷ്ടത്തിലേക്കല്ലേ പൊക്കോട്ടിരിക്കുന്നത്. ലാഭം വരുമ്പോൾ മാത്രമാണ് ക്യാപിറ്റലിൽ ആഡ് ചെയ്യുക. അപ്പോൾ അക്യുമുലേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് വരുമ്പോഴാണ്. ഈ അക്യുമുലേഷൻ സംഭവിക്കുന്നില്ല, ലോസിലേക്കാണ് പോകുന്നത്. അപ്പം കയ്യിൽ നിന്ന്, അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടി വരും, അല്ലെങ്കിൽ വിറ്റ് പൈസ കൊണ്ടുവന്ന് ലയബിലിറ്റി തീർക്കേണ്ടി വരും. അതാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ലോസിലേക്ക് പോകുന്നതാണ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാം. അത് എങ്ങനെ അറിയും എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക വഴിയല്ലാതെ അറിയാൻ സാധിക്കില്ല. അപ്പോൾ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നതിലേക്ക് പോയാൽ ആദ്യത്തെ ഐറ്റം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റിൽ ആരും വരിക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ഇനി കുറച്ച് ഇൻകം അല്ലെങ്കിൽ ഗെയിൻ, ഏതൊക്കെ രീതിയിൽ കൂടെ വരുന്ന ഇൻകം അല്ലെങ്കിൽ ഗെയിൻ ഉണ്ടാവും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ്, ലോണിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. നമ്മൾ ഈ പ്രോഫിറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്, ബിസിനസ്സിൻ്റെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആയ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻകം ക്രെഡിറ്റ് ചെയ്യാം. ഇനി നമ്മുടെ പ്രിമിസസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൾഡ് പ്രിമിസസ് ആണ്, ബിസിനസ് ചെയ്യുന്ന പ്രിമിസസ് അല്ലെങ്കിൽ ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം ആർക്കെങ്കിലും റെൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ് ക്രെഡിറ്റ് ചെയ്യാം. ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് നേരത്തെ പറഞ്ഞു. ഇത് കൂടാതെ ഏതെങ്കിലും ഫിക്സഡ് അസറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ ഫിക്സഡ് അസറ്റ് കാണുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞ് അവസാനം സ്ക്രാപ്പ് വാല്യൂയിലേക്ക് പോകും. ആ സ്ക്രാപ്പ് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യും? വിൽക്കും. അപ്പോഴുള്ള മാർക്കറ്റ് വാല്യൂവിന് വിൽക്കും. അപ്പോൾ ബുക്ക് വാല്യൂ കുറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൻ്റെ വാല്യൂ കുറഞ്ഞും നമ്മൾ വിറ്റ് കിട്ടിയ പൈസ കൂടുതലുമാണെങ്കിൽ, അതാണ് സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. കൂടുതലാണെങ്കിൽ എത്രയാണോ കൂടുതൽ കിട്ടിയത് അത് ക്രെഡിറ്റ് ചെയ്യും. ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഇൻകമായിട്ട് കാണിക്കും എന്നുള്ളത് പോലെ തന്നെ വിൽക്കുമ്പോൾ
സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വിൽക്കുമ്പോൾ നമുക്ക് ലോസ് ആണ് സംഭവിക്കുന്നത്. അതെന്ന് വെച്ചാൽ ബുക്ക് വാല്യൂ കിട്ടുന്നില്ല. മാർക്കറ്റ് വാല്യൂ കുറവും ബുക്ക് വാല്യൂ കൂടുതലുമാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് കുറഞ്ഞിരിക്കും. അങ്ങനെ വരുമ്പോൾ നഷ്ടമാണ്, അല്ലെങ്കിൽ ലോസ് ഓൺ ദ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ് ആവും. അത് ഡെബിറ്റ് ചെയ്യാം. ഇങ്ങനെ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് വരുമ്പോൾ ഈ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ടോട്ടലി ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡിനേക്കാളും കുറഞ്ഞിരിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാറ്. എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് കുറഞ്ഞിരിക്കണം, വരുമാനം കൂടിയിരിക്കണം, എങ്കിൽ മാത്രമേ പ്രോഫിറ്റ് എന്ന് പറയാൻ കഴിയുള്ളൂ. സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ എടുത്തിട്ട് ഡെബിറ്റ് സൈഡും ടോട്ടൽ എടുത്ത് ഡിഫറൻസ് നോക്കുമ്പോൾ ആ ഡിഫറൻസ് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു ബാലൻസ് ഷീറ്റ് എന്നാണ് എഴുതാറ്. ആ ബാലൻസ് ഷീറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇനി അൺഫോർച്ചുനേറ്റ്ലി ഈ പറഞ്ഞ പോലെ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ, ക്രെഡിറ്റ് സൈഡ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നെറ്റ് ലോസ് ആണ്. അപ്പോൾ ബൈ നെറ്റ് ലോസ് എന്ന് എഴുതും. ഏതായാലും ബാലൻസ് ചെയ്യണം. ടോട്ടൽ താഴെ ഏറ്റവും അവസാനം എഴുതുകയും വേണം. ഇപ്പം നെറ്റ് ലോസ് ആണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ അത് ക്യാപിറ്റലിൽ നിന്ന് കുറയും. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ആഡ് ചെയ്തും കാണിക്കും. അപ്പോൾ ഇങ്ങനെ ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് സൈഡ് ടോട്ടലും ഒരുപോലെ ആക്കി ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരുപാട് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കൂടെ ബാലൻസ് ഷീറ്റും കൂടെ വച്ചിട്ടാണ് ഒരു സ്ഥാപനത്തെ വിലയിരുത്തുക എന്നുള്ളത് കൊണ്ട് ബാലൻസ് ഷീറ്റിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ എക്സ്പെൻസിൽ നമ്മൾ ഈ ഒരു ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് വരാനുണ്ട്. ഈ ഇൻഷുറൻസ് പ്രീമിയം സ്ഥാപനത്തിലെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് എടുത്തതെങ്കിൽ തീർച്ചയായിട്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേസമയം ഓണർക്ക് ഒരു ലൈഫ് ഇൻഷുറൻസ് ആണ് ഓണറുടെ പേരിലുണ്ടെങ്കിൽ അതൊരിക്കലും എക്സ്പെൻസായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് ഡ്രോയിങ്സ് ആയിട്ട്, അതായത് ബിസിനസ്സുകാരൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന എമൗണ്ടിൽ നിന്ന് എന്ത് തന്നെ വിഡ്രോ ചെയ്താലും അത് നമ്മൾ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തണം. കാരണം പ്രോഫിറ്റ് കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് ക്യാപിറ്റലിനോട് ആഡ് ചെയ്യുന്നത് പോലെ ആ ക്യാപിറ്റലും ഉൾക്കൊള്ളുന്ന എമൗണ്ടിൽ നിന്ന് എന്തെങ്കിലും വിഡ്രോ ചെയ്താൽ അത് ഡ്രോയിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇവിടെ ഈ പേഴ്സണൽ പോളിസി ആണെങ്കിൽ അത് ഡ്രോയിങ്സ് ആയിട്ടുമാണ് കൺസിഡർ ചെയ്യാൻ. അല്ലാതെ ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുണ്ടാവാം. അത് ഇൻഷുറൻസ് പ്രീമിയം എന്ന് കണ്ടാൽ നമ്മളത് എക്സ്പെൻസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ലൈഫ് ഇൻഷുർ ചെയ്തതിന് കൊടുത്ത പ്രീമിയമാണ്. അത് എക്സ്പെൻസ് ബിസിനസ്സിനെ സംബന്ധിച്ചോളം അതാണ് ബിസിനസ് വേറെ, ബിസിനസ്സുകാരൻ വേറെ. അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് അല്ല, അത് ഡ്രോയിങ്സ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യും. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റോ നെറ്റ് ലോസോ കണ്ടാൽ ഞാൻ പറഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റാണ്. ഇനി വരുന്ന വീഡിയോകളിൽ പറയാം. ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റും കൂടെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. നേരത്തെ പല അക്കൗണ്ടുകൾ വരയ്ക്കുന്നത് പോലെ തന്നെ ഇവിടെ ഡേറ്റിൻ്റെ ആവശ്യമില്ല, പർട്ടിക്കുലേഴ്സും എമൗണ്ടും മതി. അപ്പോൾ ആദ്യം തന്നെ ഒരു പീരീഡിലേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ് എന്ന് എഴുതണം. മുകളിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ഏത് ഇയർ എൻഡിങ് ആണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത് ഒന്നുകിൽ കലണ്ടർ ഇയറിലാകാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയറിലാകാം. ഫിനാൻഷ്യൽ ഇയറിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ അത് ഏപ്രിൽ 1 മുതൽ മാർച്ച് അവസാനം, മാർച്ച് 31 വരെയുള്ള പീരീഡാണ്. സാധാരണ അതാണ്. ഇപ്പോൾ തന്നെ ഇൻകം ടാക്സിൻ്റെ പറഞ്ഞ പോലെ പരിധി ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ പുതിയ ഒരു ഡിക്ലറേഷൻ വന്നിട്ടുണ്ട്. ഇതിലെല്ലാം ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാധകമാണ്. കാരണം നമ്മൾ ഈ അനാവശ്യമായിട്ട് എക്സ്പെൻസുകളൊന്നും ഉൾക്കൊള്ളിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക കഴിഞ്ഞാൽ പ്രോഫിറ്റ് കൂടി വരും. പ്രോഫിറ്റ് കൂടി കണ്ടാൽ തീർച്ചയായിട്ടും വരുമാനത്തിനനുസരിച്ച് കൊടുക്കേണ്ട ടാക്സ് ആയ ഇൻകം ടാക്സ് കൊടുക്കണം.
അപ്പോൾ അനാവശ്യമായിട്ട് ഈ എക്സ്പെൻസ് ഉൾക്കൊള്ളിക്കാതിരിക്കുന്നത് വഴി ഉണ്ടായ പ്രോഫിറ്റാണ്. അത് ശരിക്കും പ്രോഫിറ്റ് അല്ല, പൈസ നമ്മുടെ കയ്യിലില്ല. ഒരു എക്സ്ട്രാ ബേർഡനായ ഇൻകം ടാക്സ് കൂടെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിച്ചതാണ്, എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒരിക്കലും നഷ്ടം വരില്ല. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പല പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം അവരുടേതായ കടമ ശരിയായിട്ട് നിർവഹിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടത്തിൽ വരില്ല. കാരണം നമ്മൾ നഷ്ടം വരാതിരിക്കാനാണ് നമുക്ക് ആ പ്രൈസിന് നമ്മൾ ആ പ്രോഡക്റ്റ് വിൽക്കുന്നത്. ഒരിക്കലും നഷ്ടം വരാനില്ല. പിന്നെ നമ്മുടേതായ ഈ പറഞ്ഞ അശ്രദ്ധകൾ കൊണ്ട് വരാനായിട്ട് സാധ്യത, അത് ഒഴിവാക്കിയാൽ തീർച്ചയായിട്ടും പ്രോഫിറ്റിലേക്ക് പോകും. ഞാൻ ഈ പറഞ്ഞ പോലെ ലാഭത്തിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ 12 ലക്ഷം രൂപയാണ് ആക്കിയിരുന്നത്. ബിസിനസ്സിലേക്ക് എത്രയും നമുക്ക് അറിഞ്ഞില്ല ഞാൻ. കാരണം ഒരു വർഷം 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് ടാക്സ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ഇൻകം എങ്ങനെ നമ്മൾ ബിസിനസ്സിൽ എങ്ങനെ മനസ്സിലാക്കും? സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ അവിടെ റെക്കോർഡുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇതാണ് റെക്കോർഡ്. ഏത് റെക്കോർഡ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റും ഉണ്ട്. ബാലൻസ് ഷീറ്റിലൊക്കെ അസറ്റ് എങ്ങനെ, ലയബിലിറ്റി എങ്ങനെയൊന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരാവശ്യകത ഒരിക്കൽ കൂടെ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റിലേക്ക് പോകുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് 2 ലൈൻ, അതിനെ 2ആയിട്ട് കറക്റ്റ് മിഡിലായിട്ട് ഭാഗിച്ചാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടും, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ആദ്യമേ എഴുതിയേക്കണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡിങ്. ഏത് വർഷത്തേക്കുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ഉടനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അറ്റത്ത് ഡെബിറ്റെന്നും റൈറ്റ് ഹാൻഡ് സൈഡൊക്കെ അങ്ങേ അറ്റത്ത് ക്രെഡിറ്റ് എന്നും CR എന്നും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് DR എന്നും കൊടുത്താൽ പിന്നെ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഇങ്ങനെ 2 വശം, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എക്സ്പെൻസുകളും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻകം അല്ലെങ്കിൽ ഗെയിൻ. ഞാൻ ഈ പറഞ്ഞു പോയ കൂട്ടത്തിലുണ്ടായ കുറച്ച് എക്സ്പെൻസുകളും ഗെയിനും കൂടെ ഒന്ന് പറയാം. അപ്പോൾ എക്സ്പെൻസുകൾ എഴുതുമ്പോൾ 2 എന്ന് പറഞ്ഞ് എഴുതും. 2 ആദ്യം എഴുതേണ്ടത് ഈ ഞാൻ പറഞ്ഞ പോലെ ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് എന്നും, ഗ്രോസ് ലോസ് ആണെങ്കിൽ 2 ഗ്രോസ് ലോസ് എന്നും തന്നെയാണ്. ഗ്രോസ് ലോസ് ബ്രോഡ് ഡൗൺ, അതുപോലെ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വരിക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ടു ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ടു ബാലൻസ് ഷീറ്റ്. തിരിച്ചാണെങ്കിൽ ഗ്രോസ് ലോസ് ആണ്. അപ്പോൾ ആദ്യത്തെ ഐറ്റം ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ബൈ ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഡൗൺ, ലോസ് ആണെങ്കിൽ ടു ഗ്രോസ് ലോസ് ബ്രോഡ് ഡൗൺ. ഇനി എക്സ്പെൻസുകൾ, ഓഫീസ് എക്സ്പെൻസുകൾ പറഞ്ഞതിൽ സാലറി പറഞ്ഞു. സാലറീസ് ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ എടുക്കണം. റെന്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ് പ്രീമിയം, ടെലഫോൺ ചാർജസ്. ടെലിഫോൺ ചാർജസ് എല്ലാം ബിസിനസ്സിനകത്ത് ഉണ്ടാവുമല്ലോ, അതെടുക്കാം. ദെൻ ലീഗൽ ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഓഡിറ്റ് ഫീ. ഓഡിറ്റ് ഫീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടേ, നമ്മളാണ് പ്രിപ്പയർ ചെയ്തത്. ഇതിനകത്ത് ഒരെണ്ണം വിട്ടുപോയെന്ന് ഞാൻ ഓർപ്പിക്കുക. അതായത് ഈ സെല്ലിംഗ് പ്രൈസിനകത്ത് നമ്മൾ കസ്റ്റമറിൽ നിന്ന് വാങ്ങുന്ന പൈസ രൂപയാണല്ലോ സെല്ലിംഗ് പ്രൈസ്, അതായത് കളക്ട് ചെയ്തത്. അതിനകത്ത് 3 ഘടകങ്ങളുണ്ടല്ലോ. നമുക്ക് ചിലവായ തുക, 2 GST, 3 പ്രോഫിറ്റ്. ഇതെല്ലാം ചേർന്നാണ് നമുക്ക് കിട്ടിയ റവന്യൂ. ഇതിൽ നിന്ന് ഈ 3 വേർതിരിക്കണമല്ലോ. GST നമുക്കൊരിക്കലും, നമ്മൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്ന GST ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അത് ഗവൺമെൻറ് അടയ്ക്കണം. അതുകൊണ്ടാണ് ബിസിനസ്സുകാർ എല്ലാ മാസവും റിട്ടേൺ കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഈ റിട്ടേൺ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഈ റിട്ടേൺ കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പല വീഡിയോയിൽ പറഞ്ഞാണ്, ഒരു കാര്യം നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ ഒന്നുകിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് വിൽക്കും, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് മാനുഫാക്ചർ ചെയ്തിട്ട് വിൽക്കും. ഇത് രണ്ടിൻ്റെ കാര്യത്തിലായാലും നമ്മൾ കുറച്ച് GST കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുത്തിട്ടുള്ള GST ആണ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത്. അത് കുറച്ച് ബാക്കി എമൗണ്ട് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത് മുഴുവൻ എന്ത് ചെയ്യണമെന്നില്ല, GST ആയിട്ട് കൊടുക്കണമെന്നില്ല, ഗവൺമെൻറ് കൊടുക്കണമെന്നില്ല. റിട്ടേൺസിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഡേഞ്ചർ ആലോചിച്ച് നോക്കുക. ഏതെങ്കിലും പർച്ചേസ് വിട്ടുപോയി,
അപ്പോൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് കഴിവ് കണ്ടില്ലേ, പർച്ചേസ് ബില്ല് ഏതെങ്കിലും വിട്ടുപോയാൽ സംഭവിക്കുന്നത് എന്താ, ആവശ്യമില്ലാതെ നമ്മൾ ടാക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാത്ത അവസരത്തിൽ നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടാവും. ആ കൊടുക്കുന്ന ടാക്സ് അധികമായിട്ട് കൊടുക്കുന്ന എന്തായാലും അത് പ്രോഫിറ്റിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ GST ഉൾക്കൊള്ളുന്നത് കൊണ്ട് സെല്ലിംഗ് പ്രൈസ് അത് റവന്യൂവിനകത്ത് ഉള്ളതുകൊണ്ട് പർച്ചേസും അതുപോലെ തന്നെ ശ്രദ്ധിക്കണം. പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ടാക്സ് നമുക്ക് കുറയ്ക്കണമെങ്കിൽ പർച്ചേസിന് ബില്ല് ഉണ്ടാവണം, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യണം. ബില്ല് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഓർമ്മിച്ചതേ ഉള്ളൂ. അപ്പോൾ ഓഡിറ്റ് ഫീ ആണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഓഡിറ്റ് ഫീ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഓഡിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്ന അക്കൗണ്ട് നമ്മളാണ് പറയുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മളിപ്പോൾ റിട്ടേൺസ് കൊടുക്കുന്നു, അത് നമ്മൾ സർട്ടിഫൈ ചെയ്താൽ പോരാ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, അതാണ് ഈ അക്കൗണ്ടൻസി പഠിക്കുന്ന കുട്ടികൾക്കുള്ള കരിയർ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതാണ്. അത് ചെക്ക് ചെയ്യണത് ഓഡിറ്റ്, ഈ പറഞ്ഞ പോലെ ഓഡിറ്റ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഗവൺമെൻറ് അതോറിറ്റീസ് അത് അംഗീകരിക്കുകയുള്ളൂ. അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്ന രീതി ശരിയാണ്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് പറഞ്ഞ് അവസാനം സിഗ്നേച്ചർ വേണം. ആ സിഗ്നേച്ചർ ഇടുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതായ ഫീസും നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എടുക്കാം. അതാണ് ഓഡിറ്റ് ഫീ. പിന്നെ ഉള്ളത് ട്രാവലിംഗ് എക്സ്പെൻസസ്, ജനറൽ എക്സ്പെൻസ്, ട്രേഡ് എക്സ്പെൻസ്, ഇതെല്ലാം എക്സ്പെൻസുകളാണ്. ഇനി സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസിനകത്ത് ഞാൻ കുറച്ച് പറഞ്ഞു. അത് ആണ് ക്യാരേജ് ഔട്ട്വേർഡ്, അഡ്വർടൈസ്മെൻറ്റ്, കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ്, ബാഡ് ഡെറ്റ്സ്, പാക്കിംഗ് ചാർജസ്, ഡെലിവറി വാൻ എക്സ്പെൻസ്. ഡെലിവറി വാൻ എക്സ്പെൻസും കൺസിഡർ ചെയ്യാം. ഡെലിവറി വാനും നമുക്ക് എടുക്കാം. നമ്മുടെ എന്താ പറയുക ബിസിനസ്സിലേക്ക് ഉപയോഗിക്കുന്നത് അത് ബാലൻസ് ഷീറ്റിലാണ് എടുക്കാറ്. ഈ പറയുന്ന ഈ ഡെലിവറി വാൻ അല്ലെങ്കിൽ അസറ്റാണ്, അത് ഫിക്സഡ് അസറ്റാണ്. അതിനുണ്ടാകുന്ന വിയർ ആൻഡ് ടിയർ, അത് ഡിപ്രീസിയേഷൻ എടുക്കാം. ആ ഡിപ്രീസിയേഷൻ പറഞ്ഞത് മിസലേനിയസ് എക്സ്പെൻഡിച്ചറിലാണ്. അപ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ട്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ, ഡൊണേഷൻ എന്തെങ്കിലും കൊടുത്താൽ, ചാരിറ്റിക്ക് കൊടുത്താൽ അതെടുക്കാം. പിന്നെ ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതിൻ്റെ അവസാനം ബാലൻസ് ഫിഗർ നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ അത് ഡെബിറ്റ് സൈഡിലാവില്ല. ഇനി ക്രെഡിറ്റ് സൈഡിലേക്കുള്ളത് ഒന്നും കൂടെ ഒന്ന് വായിച്ചു പോകാം. ചെറിയ വ്യത്യാസങ്ങളുള്ളത് കൂടെ. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. റെൻറ്റ് ഫ്രം എന്താ പറയുക ടെനൻറ്റ് ഏതെങ്കിലും വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡോ കമ്മീഷൻ റിസീവ്ഡോ. ബാഡ് ഡെറ്റ്സ് ഏതെങ്കിലും റിക്കവർ ചെയ്താൽ, നേരത്തെ ബാഡ് ഡെറ്റ്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നീട് എന്തെങ്കിലും പൈസ കിട്ടിയാൽ അത് ഇൻകമായിട്ട് കാണിക്കണം. അതുപോലെ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റിൽ പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യാം. അവസാനം നെറ്റ് ലോസ് ആണെങ്കിൽ അതും ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒന്നുമില്ല. ആ ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ ഏതൊക്കെ ശ്രദ്ധ വേണം ബിസിനസ് ചെയ്യുന്നവർക്ക് എങ്ങനെയെല്ലാം ശ്രദ്ധിച്ചാൽ ഇതിലേക്ക് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് ആക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വഴി ഞാൻ ശ്രമിച്ചത്. ബാലൻസ് ഷീറ്റ് ഇനിയുള്ള വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.